Hi guys, welcome back to my drama explainer. സാവനും ഹീജുവും അവരുടെ ജീവിതം നോർമൽ കപ്പിൾസിനെ പോലെ തന്നെ മുന്നോട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ 10ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയി ഹീജു എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലൊരു ലൈഫ് പറയുമ്പോൾ അതുപോലൊരു ലൈഫ് കിട്ടാൻ ഇത്ര കഷ്ടപ്പാടുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഇന്നേ വരെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ അത് ഹീജു ഇമാജിൻ ചെയ്തൊരു കാര്യം മാത്രമാണ്. അവൾ ഇമാജിൻ ചെയ്തൊരു ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് ഇപ്പൊ കാണിച്ചത്. ഹീജു ഇപ്പോഴും ആ കാറിന്റെ ബാക്ക് സീറ്റ് തന്നെയാണ് ഉള്ളത്. ഓർഫനേജിൽ നിന്നും മിസ്സിംഗ് ആയ കുട്ടിയുടെ ട്വിൻ ബ്രദർ ആണ് ദോജെ എന്നറിയുന്ന സാവൻ അവനെ കോൾ ചെയ്ത് നോക്കുവാണ്. എന്നാൽ അവൻ കോൾ എടുക്കുന്നില്ല. ഹീജുവിനെ ഓഫീസിലേക്ക് എത്തിക്കാൻ ദോജയോടായിരുന്നു സാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാവൻ പെട്ടെന്ന് തന്നെ ഹീജുവിന് കോൾ ചെയ്ത് നോക്കുവാണ്. അവള് കോൾ എടുക്കാത്തത് കൊണ്ട് അവൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് സാവന് മനസ്സിലാവുകയാണ്. നെക്സ്റ്റ് സീനില് കിഡ്നാപ്പർ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. ഇതേതാ സ്ഥലം എന്ന് മനസ്സിലായോ? കിഡ്നാപ്പറെ മുത്തച്ഛൻ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതും സാവൻ വളർന്നിട്ടുണ്ടായിരുന്നതുമായ സ്ഥലം. വന്നപാടെ കിഡ്നാപ്പർ ഫോൺ എടുത്ത് നോക്കുവാണ്. എപ്പോഴും വരുന്ന പോലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹീജു കാറിൽ മയങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോയും കൂടെ തന്നെ പെക്സാവനും വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊരു മെസ്സേജും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാൽ കിഡ്നാപ്പർ ആ സ്ഥലത്തേക്ക് വന്നു നോക്കിയ സമയത്ത് അവിടെ ഹീജുവും ഇല്ല, സാവനും ഇല്ല, മെസ്സേജ് അയച്ച ആളും ഇല്ല. എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവൻ ഇതെവിടെ പോയി എന്നാണ് കിഡ്നാപ്പർ ആലോചിക്കുന്നത്. ഇപ്പോ ആ മെസ്സേജ് അയക്കുന്ന ആൾ അങ്ങോട്ടേക്ക് വന്നതറിഞ്ഞ് കിഡ്നാപ്പർ തിരിഞ്ഞു നോക്കുവാണ്. ആളാരാണെന്ന് മനസ്സിലായല്ലോ, ദോജയാണത്. കിഡ്നാപ്പറിന് എപ്പോഴും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ആ ആള് ദോജയായിരുന്നു കേട്ടോ. എല്ലാ ഇൻസ്ട്രക്ഷൻസും കിഡ്നാപ്പറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദോജയാണ്. എന്നാൽ ദോജെ പറയുന്ന കാര്യങ്ങൾ കൂടാതെ സ്വന്തം ഇഷ്ടത്തിനും കിഡ്നാപ്പർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സാവന്റെ ഓഫീസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഫയർ ആക്സിഡന്റ് ഇല്ലേ, അതൊന്നും സത്യത്തിൽ ദോജെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. എന്നാൽ ഹീജുവിനെ കുറിച്ചും ഹീജുവിന്റെ അച്ഛൻ ഏത് നഴ്സിംഗ് ഹോമിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ ഇൻഫർമേഷൻസും എല്ലാം ആ കിഡ്നാപ്പറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദോജെ തന്നെ ആയിരുന്നു. കിഡ്നാപ്പർ ദോജയെ കണ്ട്, ഓ അപ്പൊ നീ ആയിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഹീജു എവിടെ, നീ എന്നോട് കള്ളം പറഞ്ഞതായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇതാ കിഡ്നാപ്പർ പറയുന്നതും നീയാണ് കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞ് ദോജെ ബേസ്ബോളിന്റെ ബാറ്റ് വെച്ച് ആ കിഡ്നാപ്പറിന്റെ മണ്ടക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുവാണ്. ദോജെ ഇപ്പൊ എന്തിനാ കിഡ്നാപ്പറിന്റെ തല തല്ലി പൊട്ടിക്കാൻ നോക്കുന്നതെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിച്ചു തരുന്നത്. അവൻ ജീവനോടെ ഉണ്ടെന്നും പറഞ്ഞ് സാവന്റെ വളർത്തച്ഛൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ മെസ്സേജ് ഒരു സ്റ്റിക്കി നോട്ടിലായിരുന്നു മിസ്റ്റർ കാങ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് സാവന് കൊടുക്കാൻ വേണ്ടി മിസ്റ്റർ കാങ് സാവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവൻ അങ്ങോട്ടേക്ക് വന്നത്. സാവനെ കാണുന്നതും ചാടി എഴുന്നേറ്റ് ആ മെസ്സേജ് എന്താണെന്ന് പറയാൻ മിസ്റ്റർ കാങ് ശ്രമിക്കുന്നുണ്ട്. പിന്നെയാണ് വേറെയും കൊളീഗ്സ് അവിടെയുള്ള കാര്യം മിസ്റ്റർ കാങ്ങിന് ഓർമ്മ വരുന്നത്. സോ മിസ്റ്റർ കാങ് സാവന്റെ ഓഫീസ് റൂമിലേക്ക് പോയിട്ടായിരുന്നു അവനോട് ആ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്ര കാര്യമായിട്ട് സാവന് കൊടുത്ത മെസ്സേജ് എന്താണെന്ന് ദോജയ്ക്ക് സംശയം വരുവാണ്. സോ അവൻ മിസ്റ്റർ കാങ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിക്കി നോട്ടില്ലേ, അതിലൊരു പേജ് എടുത്ത് ഒരു പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുവാണ്. അതിൽ സാവന്റെ വളർത്തച്ഛന്റെ ഫിഷ് ഷോപ്പിന്റെ പേരാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. മിസ്റ്റർ കാങ് സാവനോട് ലൊക്കേഷൻ പറയാൻ വേണ്ടി നേരത്തെ കാലത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അത്. ആ ഷോപ്പിന്റെ പേരാണ് ദോജെ അറിയുന്നത്. അത് അറിയുന്നു എന്ന് മാത്രമല്ല സാവൻ എത്തുന്നതിന്റെ മുന്നേ തന്നെ ആ ഫിഷ് ഷോപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ദോജെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണുന്നതോ കിഡ്നാപ്പറും സാവന്റെ വളർത്തച്ഛനും തമ്മിൽ സംസാരിക്കുന്നതും ആണ്. അവര് രണ്ടുപേരും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ് തന്റെ ട്വിന്നിനെ കൊന്ന പെക്സാവൻ സ്പോക്സ് പേഴ്സൺ അല്ല കിഡ്നാപ്പർ ആണ് എന്നുള്ള കാര്യം ദോജയെ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ഷോപ്പിലേക്ക് ഇടിച്ചു കയറി ചെന്ന് നീ എന്തിനാണ് എന്റെ ബ്രദറിനെ കൊന്നേ എന്ന് ചോദിക്കാൻ മാത്രം ഒരു പൊട്ടനൊന്നും അല്ല ദോജെ. അതുകൊണ്ട് തന്നെ കിഡ്നാപ്പറെ തനിച്ച് കിട്ടാൻ വേണ്ടി ഹീജുവിനെ ഇരയാക്കി കിഡ്നാപ്പറെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു ദോജെ ചെയ്തത്. ആ കാര്യം കിഡ്നാപ്പറിന് മനസ്സിലാവുന്നു. പിന്നീട് അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുവാണ്. കുറച്ച് കഴിയുന്നതും സാവോന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുവാണ്. അവൻ വളർന്ന സ്ഥലത്തിന്റെ ഫോട്ടോയും ഒറ്റയ്ക്ക് വേണം ഇങ്ങോട്ടേക്ക് വരാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഹീജു പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നുമാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഈ മെസ്സേജ് കാണുന്ന സാവൻ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് എത്തുവാണ്. ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് കിഡ്നാപ്പറെയും ഗ്രാൻഡ് ഫാദറെയോ ആദ്യമായിട്ട് കണ്ടതാണ് സാവൻ ഓർക്കുന്നത്. സത്യത്തിൽ ആ കിഡ്നാപ്പറെ സാവന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു മാസ്ക് ഇട്ടത് കാരണം ആ കുട്ടിയുടെ മുഖം കാണാൻ സാവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ കഴിഞ്ഞ കാലം ഓർത്ത് ടെൻഷൻ ആവുന്ന സാവൻ ഹീജുവിന് വേണ്ടി അവിടെ നോക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ ബ്ലാക്ക് ബാഗ് കാണുവാണ്. അത് കാണുന്നതും സാവൻ പേടിച്ചുകൊണ്ട് ആ ബോട്ടിന്റെ അടുത്തേക്ക് ഓടുന്നു. ഈ കിഡ്നാപ്പർ ആദ്യം കൊന്നിട്ടുണ്ടായിരുന്ന കുട്ടികളുടെ ഡെഡ് ബോഡിയും ഇതുപോലെ ബ്ലാക്ക് ബാഗുകളിലാക്കിയിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിലെങ്ങാൻ ഹീജു ആയിരിക്കോ എന്ന് കരുതി അവൻ ഒരുപാട് പേടിച്ചുകൊണ്ട് ആ ബാഗ് ഓപ്പൺ ചെയ്യുവാണ്. എന്നാൽ അതിൽ ഹീജു ആയിരുന്നില്ല കേട്ടോ, ദോജ ആയിരുന്നു. ആ ബ്ലാക്ക് ബാഗിലാണെന്ന് കരുതി ദോജ മരിച്ചു എന്ന് വിചാരിക്കേണ്ട. സാവൻ വിളിക്കുമ്പോ അവൻ എഴുന്നേക്കുന്നുണ്ട്. ഹീജുവിനെ നീ എന്താ ചെയ്തതെന്ന് സാവൻ ഷൗട്ട് ചെയ്തുകൊണ്ട് ദോജയോട് ചോദിക്കുന്നു. ഹീജു എവിടെയാണെന്നല്ല, പകരം അവൻ ഇവിടെ ഉണ്ട് എന്നാണ് ദോജയെ പറയുന്നത്. ഈ സമയത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് കിഡ്നാപ്പറായ യഥാർത്ഥ പെക്സാവൻ ഇവിടെ ഉണ്ടെന്നും അവന്റെ കയ്യിലാണ് ഹീജു എന്നുള്ള റിയലൈസേഷൻ സാവോന് വരുന്നത്. ഹീജു മയങ്ങി കിടക്കുന്ന അതേ കാറാണ് കേട്ടോ അത്, ദോജയെ ഡ്രൈവ് ചെയ്ത് വന്ന കാറ്. ആ കാറാണ് ഇപ്പൊ കിഡ്നാപ്പറെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഹീജുവിന്റെ പേര് വിളിച്ചുകൊണ്ട് സാവോൻ ആ കാറിന്റെ അടുത്തേക്ക് ഓടുന്നു. അവന്റെ ടെൻഷനും വിഷമവും കണ്ട് കിഡ്നാപ്പർ എക്സൈറ്റ്മെന്റോട് കൂടി ഇരിക്കുന്ന സമയത്താണ് ഹീജു ഇപ്പൊ കണ്ണു തുറക്കുന്നത്. സാവോൻ കരയിലേക്ക് എത്തുകയും ഹീജു കണ്ണു തുറക്കുകയും ചെയ്യുന്ന
സമയത്ത് ഓ ചേച്ചി എഴുന്നേറ്റോ എന്ന് ചോദിച്ച് കിഡ്നാപ്പർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുവാണ്. കാറ് നിർത്താൻ വേണ്ടിയിട്ട് മാന്യമായ ഭാഷയിൽ ഹീജു ഒരു തവണ പറഞ്ഞു നോക്കുന്നുണ്ട്. അതാ കിഡ്നാപ്പർ കേൾക്കുന്നില്ല എന്ന് കാണുന്നതും വണ്ടി നിർത്തടാ ചേട്ടേന്ന് പറഞ്ഞ് ഹീജു അവന്റെ മുടി പിടിച്ച് വലിക്കുവാണ്. വേദന കാരണം പിന്നെ അവന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? നേരെ ഒരു കല്ലിലേക്ക് പോയി കാർ ഇടിച്ച് നിൽക്കുവാണ് ചെയ്യുന്നത്. സ്ലോ മോഷൻ കളിക്കാനൊന്നും പിന്നെ പോകുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഹീജു കാറിൽ നിന്ന് ഇറങ്ങി സാവുന്റെ അടുത്തേക്ക് പോയി അവനെ ഹഗ് ചെയ്യുവാണ്. അവര് പരസ്പരം പരിക്ക് പറ്റിയിട്ടില്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കുന്ന സമയത്ത് ആ കിഡ്നാപ്പർ വീണ്ടും കാർ റിവേഴ്സ് എടുത്ത് വരുന്നു. സാവുൻ ഹീജുവിനെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് കൺഫേം ചെയ്ത ശേഷം സാവുൻ നേരെ കിഡ്നാപ്പറെ കാറിൽ നിന്ന് വലിച്ച് പുറത്തിടുവാണ്. കുഞ്ഞതിലെ കണ്ടതിന് ശേഷം ഇപ്പോഴാണ് സാവുൻ കിഡ്നാപ്പറുടെ ഫേസ് ശരിക്കും കാണുന്നത് കേട്ടോ. നീയാണോ അവൻ എന്നാണ് സാവുൻ ദേഷ്യത്തോടെ ചോദിക്കുന്നത്. കിഡ്നാപ്പർ ഓ നിന്നെ കാണാൻ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ടല്ലോ, വെറും കൈയോടെ ഇവിടെ മീൻ പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരുത്തനല്ലേ നീ എന്ന് ചോദിക്കുന്നു. അതായിരുന്നു അപ്പൊ നിനക്ക് വേണ്ടേ? നിന്റെ പേരും നിന്റെ സ്ഥാനവും നിനക്കതെല്ലാം തിരിച്ചു വേണോ? നിനക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നീ എടുത്തോണ്ട് പോ. ഇതൊന്നും ഒരിക്കലും ഞാൻ വേണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല എന്ന് സാവുൻ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ഹീജുവിനെയും തരൂ, അപ്പോ ഹീജു ഇനി മുതൽ എന്റെ ഭാര്യ ആയിരിക്കും അല്ലേ എന്ന വൃത്തികെട്ട സംസാരം കിഡ്നാപ്പറുടെ വായിന്ന് വരുന്നതും ഇത്രയും നേരം ദേഷ്യം കൺട്രോൾ ചെയ്ത് വെച്ച സാവുന് കൺട്രോൾ പോയതും കിഡ്നാപ്പറിന്റെ ഫേസിനിട്ട് പഞ്ച് ചെയ്തതും എല്ലാം പെട്ടെന്നായിരുന്നു. ആ ഒരു പഞ്ച് കിട്ടുന്നതും കിഡ്നാപ്പർ തന്റെ പോക്കറ്റിൽ നിന്ന് കത്തിയെടുത്ത് സാവുനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. കിഡ്നാപ്പർ സാവുനെ കുത്താൻ പോകുന്നതും ദോജെ ഓടി വന്ന് കിഡ്നാപ്പർ സാവുനിൽ നിന്ന് മാറ്റുന്നു. സാവുന്റെ ജീവിതം ദോജെ രക്ഷിക്കുന്നു. എന്നാൽ ഈ ശ്രമത്തിനിടെ ആ കത്തി കൊണ്ട് കുത്തേൽക്കുന്നത് ദോജയ്ക്കാണ്. കിഡ്നാപ്പർ ആ കത്തി വലിച്ചെറിയുന്നു. ദോജയ്ക്ക് ഇതുപോലെ പരിക്കേൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനവിടെ നിലത്തിരുന്നു പോവാണ്. സാവുൻ വന്ന് പെട്ടെന്ന് തന്നെ അവന്റെ മുറിവ് അമർത്തി പിടിക്കുന്നു. ഹീജുവും കൺസേൺ ആയി ദോജയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് ചിരിക്കുവാണ് കിഡ്നാപ്പർ ചെയ്യുന്നത്. സംഭവം എന്തായാലും കൊള്ളാം, നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്ന കിഡ്നാപ്പറെ പിടിക്കാനാണ് ദോജെ പറയുന്നത്. എന്നാ മിണ്ടാതിരിക്കാനാണ് സാവുൻ ദോജയോട് പറയുന്നത്. ദോജെ എന്റെ ബ്രദറിനെ കൊന്ന പെക്സാവുൻ നീയാണെന്ന് കരുതിയാണ് ഞാൻ നിന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. ഹീജു നിനക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആളാണെന്ന് ആ ഫോൺ കോൾസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഹീജുവിനെ മലയുടെ മുകളിൽ നിന്ന് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെയായിരുന്നു. എന്റെ ഒരേ ഒരു ഫാമിലി നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് എത്രത്തോളം വേദന ഉണ്ടായിരുന്നോ അതേ വേദന നീയും അനുഭവിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് തുടങ്ങി താൻ ചെയ്ത തെറ്റുകളൊക്കെ ദോജെ ഏറ്റു പറയുന്നു. ഇത്രയും വലിയൊരു തെറ്റ് തനിക്ക് പറ്റിയതോർത്ത് കുറ്റബോധവും ദേഷ്യവും വിഷമവും എല്ലാം കൂടിയ ഒരു അവസ്ഥയാണ് ഇപ്പൊ ദോജയ്ക്കുള്ളത്. അവൻ സംസാരിക്കുന്നതിനനുസരിച്ച് രക്തം ഒരുപാട് പോകുന്നുണ്ട്. സാവുൻ ദോജയുടെ മുറിവ് അമർത്തി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദോജയുടെ അവസ്ഥ കൂടുതൽ മോശമാവുന്നു. അവൻ മയങ്ങി പോകുന്നു. സാവുൻ അവന് ഒരുപാട് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ എഴുന്നേക്കുന്നില്ല. ഇപ്പോ ക്രൈം സീനിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. സാവുൻ അവന്റെ കയ്യിലെ ബ്ലഡ് നോക്കിക്കൊണ്ട് ജേർണലിസ്റ്റ് ആയ സമയത്ത് ദോജയെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് തൊട്ട് പ്രസിഡൻഷ്യൽ ഓഫീസിലേക്ക് തന്റെ കൂടെ ദോജയെ കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങൾ അവൻ ഓർക്കുവാണ്. ഹീജു അവന്റെ കയ്യിലെ ബ്ലഡ് വൈപ്പ് ചെയ്ത് കൊടുത്തോണ്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. നിന്നെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് ആ ഫോണും ലൊക്കേഷനും എല്ലാം ഞാൻ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത് അവനോടായിരുന്നു. നിനക്ക് വേണ്ടി ബോഡി ഗാർഡ്സിനെ സെറ്റ് ചെയ്യാനും അവനോട് തന്നെയായിരുന്നു പറഞ്ഞത്. ഇന്നടക്കം നിന്നെ ഓഫീസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവനോട് തന്നെയായിരുന്നു പറഞ്ഞത്, അതും ഞാൻ തന്നെ എന്ന് സാവുൻ പറയുന്നു. സാവുൻ ഈ സംഭവിച്ചതിനെല്ലാം അവനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഹീജു അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഇവിടെ കിഡ്നാപ്പർ ആണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ. ഇത്രയും കാലം സാവുനെ നശിപ്പിക്കാൻ വേണ്ടി തന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഇപ്പൊ തനിക്കെതിരെ തിരിഞ്ഞത് കണ്ട ദേഷ്യമാണ് ഇത്. ഈ ദേഷ്യത്തിൽ ഇവൻ മിററിലേക്ക് നോക്കുന്ന സമയത്താണ് അമ്മയെ കണ്ട് എന്തായിരുന്നു സംസാരിച്ചതെന്ന് കാണിക്കുന്നത്. അവിടെയുള്ള ഗ്രാൻഡ് ഫാദറിന്റെ ഒരു വലിയ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് അവൻ സംസാരം തുടങ്ങുന്നത്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെയുടെ ചരമവാർഷികം വരാൻ പോകുമല്ലേ. കറക്റ്റ് ഒരു വർഷം മുന്നേ ഏതാണ്ട് ഈ ഒരു സമയത്ത് ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് കാണുമ്പോഴാണ് ഈ ഫേസ് ഞാൻ ഓർക്കുന്നത്. ഇയാളായിരുന്നു എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത് എന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങിയത്. ആ ന്യൂസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. കാരണം ഞാനായിരുന്നു അയാളെ കൊല്ലേണ്ടിയിരുന്നത്, അതും എന്റെ ഈ കൈ ഉപയോഗിച്ച്. അയാൾ ഒരിക്കലും ഇങ്ങനെ മരിച്ചു പോകാൻ പാടില്ലായിരുന്നു എന്ന് ദേഷ്യത്തോടെ കിഡ്നാപ്പർ പറയുന്നു. ഇതെല്ലാം കേട്ട അമ്മ നീ മരിച്ചുപോയി ജീവനോടെ ഇല്ല എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം ഇയാൾ എന്നെയും പറ്റിച്ചതായിരുന്നു. ഇപ്പോഴാണ് നീ ജീവനോടെയുള്ള വിവരം ഞാൻ അറിയുന്നത്. ഇനി ഒരിക്കലും നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇമോഷണൽ ആയി പറയുന്നു. കൂടുതൽ സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനു മുന്നേ തന്നെ മിസ്റ്റർ മീൻ കുറച്ച് ആളുകളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നു. ആക്ച്വലി സാവുന്റെ അമ്മയെ ഫോളോ ചെയ്യാൻ വേണ്ടി സാവുന്റെ അച്ഛൻ പറഞ്ഞയച്ചതായിരുന്നു മിസ്റ്റർ മീനിനെ. അവര് വരുന്നതും കിഡ്നാപ്പർ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇവര് വരുന്നത് കണ്ട അമ്മ കിഡ്നാപ്പറെ തിരിച്ചു നിർത്തുന്നു. ഇത് കാരണം അൺകോൺഷ്യസ് ആയി നിലത്ത് വീഴുന്നത് അമ്മയാണ്. കിഡ്നാപ്പർ ആദ്യം ഒന്ന് ഷോക്കായി പോകുന്നു. എന്നാൽ പിന്നീട് ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ നോക്കി നിന്റെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവാനും കിഡ്നാപ്പറിന് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. തന്റെ മുറിവ് ട്രീറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു കിഡ്നാപ്പർ ഈ കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. സാവുന്റെ അച്ഛൻ റൂമിലേക്ക് വരുന്നതും അമ്മ നീ അവനെ കണ്ടുപിടിച്ചോ, അവൻ നമ്മുടെ മകനല്ലേ, എങ്ങനെയാ ഇത്ര മോശമായിട്ട് നിനക്ക് അവനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നേ എന്ന് ചോദിക്കുന്നു. അവൻ കാരണം നമ്മുടെ ലൈഫാണ് മോശമായിക്കൊണ്ടിരിക്കുന്നത്, അതെന്താ നിനക്ക് മനസ്സിലാവാത്തെ എന്നാണ് കിഡ്നാപ്പറെ കുറിച്ച് ഒട്ടും കെയർ ചെയ്യാതെ അച്ഛൻ പറയുന്നത്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിന്റെ ജീവിതം ഇതുവരെ അടിപൊളിയായിരുന്നു എന്നാണോ? നിന്റെ കാര്യം എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതുവരെ എനിക്ക് ഒരു ദിവസം പോലും
സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് അമ്മ പറയുന്നത് കേട്ട് നീ ഇത്ര കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ കണ്ടുപിടിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാനാ? അതുപോലെ ഒരുത്തനാണ് നിന്റെ മകനെന്ന് ഈ ലോകത്തിന്റെ മുന്നിൽ നിനക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുമോ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മോൺസ്റ്റർ ആണ് അവൻ, അതിൽ കൂടുതൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുവാണ് അച്ഛൻ. എന്നാ അമ്മയുടെ സംസാരം കഴിഞ്ഞിട്ടില്ല. അമ്മ, അവൻ നിന്നെ പോലെയാണ്, പക്ഷേ നിനക്കൊരു കാര്യം അറിയോ? നീ ആയിക്കോട്ടെ, ഇപ്പൊ നീ വേണ്ടാന്ന് പറഞ്ഞ നിന്റെ മകനായിക്കോട്ടെ, രണ്ടുപേരും നിന്റെ അച്ഛനെ പോലെ അല്ല. എന്നാ അങ്ങേരെ പോലെയുള്ള വേറൊരാളുണ്ട് എന്ന് അമ്മ പറയുന്നത് കേട്ട് അച്ഛൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഹാളിലേക്ക് വരുന്ന അച്ഛൻ ഫാമിലി ഫോട്ടോ നോക്കിക്കൊണ്ട് തന്റെ വൈഫ് തൊട്ടു മുന്നേ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുവാണ്. നിന്റെ അച്ഛൻ മരിച്ചുപോയി, അങ്ങേരെ എവിടുന്നോ കൊണ്ടുവന്ന ആ ചെക്കൻ നിന്നേക്കാൾ പെട്ടെന്ന് വളരുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം ജീവനേക്കാൾ ഏറെ പെക് ഫാമിലി വില കൽപ്പിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിനാണ്. ആ സ്ഥാനം വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ കൊണ്ടൊക്കെ എന്തിനാ പറ്റുക എന്നാണ് അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതാലോചിച്ച് സാവുന്റെ അച്ഛന് ഒരുപാട് ദേഷ്യം വരുന്നു. ഈ സമയം കൊണ്ട് ദോജയും കിഡ്നാപ്പറും എല്ലാം താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. സാവുന്റെ കൊളീഗ്സ് ദോജയുടെ കാര്യം അറിഞ്ഞ ഷോക്കിലാണ്. എന്നാൽ സാവുന്റെ പാരന്റ്സ് ആ കിഡ്നാപ്പർ അങ്ങനെ തങ്ങളുടെ മകനാണ് എന്നുള്ള കാര്യം പുറത്തറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കുവാണ്. ദോജയെ മയങ്ങിപ്പോയ സമയത്ത് അവൻ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സത്യത്തിൽ അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ ഹോസ്പിറ്റലിലാണ്. പോലീസ് എത്ര തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ദോജെ ഒന്നും പറയുന്നില്ല. സാവുന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ദോജെ യൂസ് ചെയ്ത പോലെ ഒരു പ്രോഗ്രാം കിഡ്നാപ്പറുടെ മേലെയും ദോജെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹാക്ക് ചെയ്തെടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. എന്നാൽ ദോജയുടെ സഹകരണം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. പക്ഷേ ദോജെ മിണ്ടുന്നില്ല. മാത്രമല്ല ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം ദോജെ സൂയിസൈഡ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പോലീസ് സാവോനോട് പറയുന്നത്. ദോജെ അപകടനിലയിലൊന്നുമല്ല. സോ സാവോൻ അവനെ കണ്ട് സംസാരിക്കാൻ വരുന്നു. അവന്റെ ഒരു കയ്യിൽ വിലങ്ങുണ്ട്, ഒരു കയ്യിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ അടയാളവും ഉണ്ട്. കുറ്റവാളിയെ തന്നെ ആയിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എന്നോർത്തുകൊണ്ടുള്ള നാണക്കേടുകൊണ്ടായിരിക്കുമല്ലേ നീ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? തെറ്റിദ്ധാരണ കൊണ്ട് നീ എനിക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഈജുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അത് കൊലപാതക ശ്രമമാണ്, നിനക്ക് അറിയോ അത് എന്നാണ് സാവുൻ ദോജയോട് ആദ്യമേ ചോദിക്കുന്നത്. ദോജെ, നിനക്ക് എന്നെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല. പെക്സാവുനായിട്ട് നീ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്ത തെറ്റിനും കണക്ക് പറഞ്ഞിരിക്കും, അതിന് നിന്റെ ഹെൽപ്പ് വേണം അവനെ കണ്ടുപിടിക്കാൻ എന്ന് സാവുൻ പറയുന്നതും ദോജെ ദേഷ്യപ്പെടുന്നു. നിന്റെ പെക് ഫാമിലിയുടെ രഹസ്യം പുറത്തു കൊണ്ടുവന്ന് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊസിഷൻ വേണ്ടാന്ന് വെക്കുന്നാണോ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അത് ഞാൻ വിശ്വസിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. പിന്നെന്തിനാ നീ എന്റെ ജീവൻ രക്ഷിച്ചേ? ഇത്ര വർഷമായിട്ട് നീ വെറുക്കുന്ന ആള് ഞാനായിരിക്കില്ല എന്ന് ഒരിക്കൽ പോലും നിനക്ക് തോന്നിയിട്ടില്ലേ എന്ന് സാവൻ ചോദിക്കുന്നു. ദോജയ്ക്ക് അതിന് ഉത്തരം തരാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ സാവൻ അവിടുന്ന് പോകാൻ നിൽക്കുവാണ്. ദോജെ, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നിനക്ക് മനസ്സിലാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും ഞാൻ പിടിക്കപ്പെടുന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഒരിക്കൽ പോലും നീ എന്നെ സംശയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ആരെയും വിശ്വസിക്കാറില്ല, പക്ഷേ ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സാവൻ പറയുന്നത് കേട്ട് ദോജയ്ക്ക് വീണ്ടും കുറ്റബോധം തോന്നുന്നു. സാവൻ അവന്റെ അടുത്തേക്ക് ചെന്ന്, ഒത്തിരി ലേറ്റ് ആയി എന്ന് എനിക്കറിയാം, എന്നാലും നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ദോജയെ സാവനെ നോക്കുന്നു. ഇവിടെ യൂരി സാവന്റെയും യഥാർത്ഥ സാവന്റെയും കാര്യം അറിഞ്ഞ് ദേഷ്യത്തിൽ ഇരിക്കുവാണ്. സാവനെ ഭീഷണിപ്പെടുത്തുകയും മാൻഷനിലേക്ക് പോയ കുട്ടികളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്ന കിഡ്നാപ്പറെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവള്. സംഘു ആണ് കേട്ടോ ഈ കാര്യമൊക്കെ അവളോട് പറഞ്ഞ്. ഇപ്പൊ എനിക്ക് ഇത്രേ പറയാൻ പറ്റൂ, ബാക്കി കാര്യം സാവൻ തന്നെ നിന്നോട് പറയും എന്ന് സംഘു പറയുന്നു. അപ്പൊ ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് യൂരി, പാവ എന്റെ സീനിയർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും, എല്ലാ രഹസ്യവും ഒറ്റയ്ക്ക് കൊണ്ടു നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നത് കേട്ട് സംഘുവിന് ചിരിയാണ് വരുന്നത്. എന്നാൽ പെട്ടെന്ന് യൂരി അവന്റെ കൈ പിടിച്ച്, നീ എന്റെ സീനിയറിനെ നന്നായി നോക്കണം എന്ന് പറയുന്നത് കേട്ട് ഞെട്ടുന്ന സംഘുവിനോട് അവള് വീണ്ടും, സാവൻ അങ്ങനെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ആരോട് സംസാരിക്കാറില്ല, എന്നാ നിന്നോട് സംസാരിച്ചു. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? ഇതൊരു ഗ്രീൻ ലൈറ്റ് ആണ് എന്ന് പറയുന്നു. ഓ, ഗ്രീൻ ലൈറ്റ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് സംഘു അവരുടെ കൈ നോക്കിക്കൊണ്ട് വീണ്ടും, നമ്മുടെ കാര്യത്തിലാണോ എന്ന് ചോദിക്കുന്നു. അവൻ ഇത്ര വലിയൊരു ഹിന്റ് കൊടുത്തിട്ടും യൂരിക്ക് അത് മനസ്സിലാവുന്നില്ല കേട്ടോ. അവൻ ഇനിയും ഒരുപാട് പണിയെടുക്കേണ്ടി വരും. യൂരി അവന്റെ ഫോൺ കാണിച്ചുകൊണ്ട്, നീ അവനെ കോൾ ചെയ്യേ, എന്നിട്ട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കേ, കഴിച്ചില്ലെങ്കിൽ കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോ, അവന്റെ ഫ്രണ്ട് ആവുക എന്ന് എക്സൈറ്റഡ് ആയിട്ട് പറയുന്നു. സംഘു ആണെങ്കിലോ, ഞാൻ അവന്റെ ഫ്രണ്ട് ആവാൻ എന്ന് കളിയാക്കി കൊണ്ട് പറയുന്നു. ആ സമയത്ത് തന്നെ സാവൻ സംഘുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് കണ്ട് യൂരി ഒരുപാട് ഹാപ്പി ആവുന്നു. എന്നാൽ അതൊരു ഹാപ്പി കോൾ ഒന്നും ആയിരുന്നില്ല. ആ കാണാതായ കുട്ടികളുടെ അസ്ഥിയും മറ്റും കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു സാവൻ വിളിച്ചേ. യൂരിയും സംഘവും ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുവാണ്. സംഘുവിന്റെ സിറ്റുവേഷൻ നന്നായി അറിയാവുന്ന യൂരി അവനെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പകരം അവളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. അസ്ഥിയുടെ കൂടെ തന്നെ മോതിരം, ബോള് എന്ന് തുടങ്ങിയ കുറച്ച് പേഴ്സണൽ ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആ കുട്ടികളുടേത് തന്നെയാണോ, ആണെങ്കിൽ അത് ആരുടേതൊക്കെയാണ് എന്നൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സംഘു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. അവനത് ഐഡന്റിഫൈ ചെയ്യുന്നു, ആരുടേതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്ന വിഷമം കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. സോ യൂരിയാണ് സംഘുവിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും സംഘു പഴയ ഫോട്ടോ നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് യൂരി അവനൊരു കോഫിയൊക്കെ
ഒക്കെ വാങ്ങിക്കൊടുത്ത് അവന്റെ അടുത്ത് ഇരിക്കുവാണിപ്പോ. എന്നെ പോലെ തന്നെ നീയും എന്റെ ഫ്രണ്ട്സിനെ ഓർത്തു വെച്ചില്ലേ, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് സംഘു, എനിക്ക് അറിയാവുന്ന ആളുകളിൽ ഏറ്റവും ചിയർഫുൾ ആയിട്ടുള്ള ആളാണ് നീ. സോ എപ്പോഴൊക്കെ എനിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാവാറുണ്ടോ അപ്പോഴൊക്കെ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. അതിന്റെ എല്ലാം കാരണം നീയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളോട് താങ്ക്സ് പറയുന്നത് കേട്ട് യൂരി ഹാപ്പി ആവുന്നു. ഇവിടെ ഈനയും ഹീജുവും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈന, അപ്പൊ ശരിക്കുള്ള പെക്സാവനാണല്ലേ ഈ ഭീഷണിയുടെ ഒക്കെ പുറകില്? ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കണക്ട് ആവുന്നത്. നിനക്കൊരു കാര്യം അറിയോ, കുഞ്ഞതായിരിക്കുമ്പോ നമ്മുടെ അനിയൻ കരഞ്ഞപ്പോ ഞാൻ അവന്റെ അടുത്തേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് ഓടിപ്പോയൊരു ചെക്കന് ഏകദേശം നമ്മുടെ പ്രായമായിരുന്നു. ഞാൻ വിചാരിച്ചത് അത് സാവോനാണെന്നാണ്. ഞാൻ ഫേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ആദ്യമായിട്ട് സാവോനെ കാണുന്ന സമയത്ത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന ചെക്കനെക്കാളിലും അവന് ഹൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോ ഞാൻ കണ്ട ചെക്കൻ സാവോൻ ആയിരിക്കാനുള്ള സാധ്യതയില്ലാന്ന് എന്ന് പറയുന്നു. ചേച്ചി കണ്ടത് അവരുടെ ശരിക്കുള്ള മകനെ തന്നെ ആയിരിക്കും എന്ന് ഹീജുവും പറയുന്നു. ആയിരിക്കാം. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആക്സിഡന്റ് സംഭവിച്ചതും ശരിക്കുള്ള സാവോനെ കാണാതായതും എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ചുകൊണ്ട് ഈന, പെക് ഫാമിലി ഇത്ര കാര്യമായിട്ട് ഹൈഡ് ചെയ്ത് വെച്ച പെക് സാവോനെ നമ്മുടെ അനിയൻ കണ്ടതുകൊണ്ടാണെങ്കിലോ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചേ, ആ ആക്സിഡന്റിന്റെ പുറകില് പെക് ഫാമിലി ആണെങ്കിലോ എന്ന് പറയുന്നു. അത് കേട്ട് വിശ്വസിക്കാനാവാതെ ഇരിക്കുവാണ് ഹീജു. ഈ സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നു. ഹീജുവിന്റെ അമ്മയാണ്. അമ്മ ഈനയെ കാണുന്നതും പിന്നെ അവളുടെ നെഞ്ചത്തേക്കാണ്. ഇനി അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈന അവിടുന്ന് പോകാൻ നിൽക്കുന്നു. അവള് പോകാൻ നിൽക്കുവാണെന്ന് കാണുന്നതും അമ്മ ഹീജുവിന് നേരെ തിരിയുന്നു. കുറ്റവാളിയെയും കൂട്ടാളിയെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആകെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണല്ലോ, എന്തൊക്കെയായി സംഭവിക്കുന്നേ? ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരുന്ന ഇലക്ഷൻ എന്താവും? നിനക്ക് പ്രസിഡന്റിന്റെ മരുമകളാകാൻ പറ്റിയില്ലെങ്കിലോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ഫാമിലിയുടെ മകന് തന്നെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തേനെ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും ഈന അവിടെ നിൽക്കുന്നു. അവളെ കാണുന്ന അമ്മ ഈനയോട്, ഇത് എന്റെ തെറ്റല്ല, നിന്റെ തെറ്റാണ്. നീ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഓടിപ്പോയതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഒച്ചയിടുന്നതും ഹീജു, ഞാനും റീഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അമ്മ അവള് സംസാരിക്കുന്നതായിട്ട് ഷോക്ക് ആവുന്നു. അവള് സംസാരിക്കാൻ തുടങ്ങിയത് അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹീജു, അമ്മയെ സ്നേഹിച്ചത് ഞാൻ റീഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അത് സ്നേഹമായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നതാണ് സ്നേഹം എന്നാണ്. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട ഒരു ദിവസം അമ്മ എന്നെ തിരിച്ച് സ്നേഹിക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഒരാളെ സ്നേഹിക്കുകയും സ്നേഹം കിട്ടുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സ്നേഹം എന്ന് പറയുന്നത് അമ്മ ചെയ്യുന്നത് പോലെ ഫോഴ്സ് ചെയ്യിപ്പിക്കുക, ഒരാളെ കൊണ്ട് മാത്രം സാക്രിഫൈസ് ചെയ്യിപ്പിക്കുക, അനുസരിപ്പിക്കുക ഒന്നും ചെയ്യുന്നതല്ല. ഇനി ഒരിക്കലും അമ്മ പറയുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും പ്രസിഡന്റിന്റെ മരുമകൾ ആവുകയില്ല എന്ന് ഹീജു പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇതുപോലൊരു ആർഗ്യുമെന്റ് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. ഹീജു ആദ്യമായാണ് അവളുടെ അമ്മയോട് ഇതുപോലെ സംസാരിക്കുന്നത്. അമ്മ ആകെ ഷോക്കാവുന്നു. പുറത്തേക്ക് എത്തുന്നതും അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട്, ഇതെല്ലാം ഞാൻ നിനക്കും കൂടെ വേണ്ടിയല്ലേ ചെയ്തേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഹീജുവിന് കുടിക്കാൻ വെള്ളം കൊടുത്തോണ്ട് ഈന, ആ DNA റിപ്പോർട്ട് ആരാ എനിക്ക് സെൻഡ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്ന് പറയുന്നു. ആളാരാണെന്ന് ഹീജുവും ചോദിക്കുന്നു. ഇപ്പൊ സാവൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഷോക്കായി പോവാണ് കേട്ടോ. കാരണം അവിടെ നിറയെ ക്യാൻഡിൽസ് കത്തിച്ചു വെച്ചിരിക്കുവാണ്. ഇതെല്ലാം കത്തിച്ചു വെച്ച് ഇവിടെ ഇതെവിടെ പോയി എന്ന് ചിന്തിച്ച് അവളെ വിളിക്കുമ്പോഴാണ് ഹീജു അങ്ങോട്ടേക്ക് വരുന്നത്. അതും സാവനൊന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഗൗൺ ഇട്ടുകൊണ്ട്. അവള് വരുന്നതും സാവനെ സോഫയിലേക്ക് ഇരുത്തുക ചെയ്യുന്നത്. ഇത് പുതിയ പരിപാടിയൊക്കെ എന്ന് ചിന്തിച്ച് സാവൻ അവളെ നോക്കുന്ന സമയത്ത് ഹീജു ഒരു ഡോക്യുമെന്റ് അവന് കൊടുത്ത്, നീ ഇത് മുഴുവൻ ഇരുന്ന് വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. 1, വരൻ ഡിവോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യരുത്. 2, ഒരു സാഹചര്യത്തിലും ഡിവോഴ്സ് കിട്ടാനേ പോകുന്നില്ല. 3, നമ്മുടെ കല്യാണം കഴിഞ്ഞ വിവരം എല്ലാവരോടും പറയണം. ഇതിലേതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ 2 ബില്യൺ വൺ പെനാൽറ്റി ആയിട്ട് തരേണ്ടി വരും എന്നെല്ലാം അവരുടെ കല്യാണത്തിന്റെ സമയത്ത് സാവൻ എന്തൊക്കെയായിരുന്നോ പറഞ്ഞത് അതേ രീതിയിൽ പറയുന്നു. അവനാണെങ്കിൽ കിഴി പോയിരിക്കുവാണ്. നീ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിനക്ക് എന്നോട് ഫീലിങ്സ് തോന്നിയത് ഒരുപാട് മുന്നേ ആയിരുന്നു എന്ന്? അതെനിക്കിപ്പോ മനസ്സിലായി. അതെന്നാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത് 3 വർഷത്തിന് മുന്നേ ആയിരുന്നു എന്ന് എനിക്കറിയാം. കല്യാണത്തിന് മുന്നേ ഈനയ്ക്ക് DNA റിപ്പോർട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീ ആയിരുന്നല്ലേ എന്ന് ചോദിച്ച് ഹീജു അവളുടെ ഫോൺ സാവോന് കാണിച്ചു കൊടുക്കുന്നു. അതിലെന്താ ഉള്ളേന്നറിയോ? ഒരു സ്ക്രീൻഷോട്ടാണ് ഉള്ളത്. സാവൻ കല്യാണത്തിന് മുന്നേ, നമുക്ക് കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ല, പക്ഷേ ബ്രൈഡിനെ മാറ്റാം. ഒരിക്കലും നീ ആയിരിക്കില്ല എന്റെ ബ്രൈഡ്, ഹീജു ആയിരിക്കും എന്നെല്ലാം ഈനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ? ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ ഹീജു അവന് കാണിച്ചു കൊടുത്തത്. ഞാനിപ്പോ സ്റ്റാൻഡിനായിരുന്നില്ല അല്ലെ, തുടക്കം മുതലേ നിന്റെ വൈഫ് ഞാൻ തന്നെയായിരുന്നു എന്ന് ഹീജു പറയുന്നത് കേട്ട് സാവന്റെ കണ്ണ് നിറയുന്നു. അന്ന് ഹീജുവിന് ആ വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹീജു വീണ്ടും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്ന ശേഷം നീ എന്നെ കല്യാണം കഴിക്കോ എന്ന് ചോദിക്കുന്നു. സാവനെന്ന് ആലോചിച്ചുകൊണ്ട് ഇല്ലാന്ന് പറയുന്നത് കേട്ട് ഹീജു സാഡ് ആവുന്നു. ഇതെല്ലാം കഴിഞ്ഞാൽ ഞാനായിരിക്കും നിന്നെ പ്രപ്പോസ് ചെയ്യാ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അവനാ ഇല്ലാന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞതും സാവൻ അവളെ കിസ് ചെയ്യുവാണ്. ഈ കിസ് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ബെസ്റ്റ് കിസ്സർ അവാർഡ് ഇവന് കൊടുക്കാൻ പറ്റുമെന്ന്. അടിപൊളിയായിരുന്നു. ബൈ ദ വേ, നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ പോലീസ് ദോജയോട് സംസാരിക്കുവാണ്. 4 കുട്ടികളുടെ റിമൈൻഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ 3 കുട്ടികൾ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സംഘു വന്നു പോയത് അതിനായിരുന്നല്ലോ.
ഒരു കുട്ടിയുടേതാണ് ഇനി ഐഡന്റിഫൈ ചെയ്യാത്തത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ പേഴ്സണൽ ഐറ്റംസിന്റെയും മറ്റും ഫോട്ടോസ് ഉള്ള പേപ്പേഴ്സ് പോലീസ് ദോജയ്ക്ക് കൊടുക്കുന്നു. അതിലുള്ള ഷൂവിന്റെ ചിത്രം കാണുന്നതും കുഞ്ഞതിലെ ആ ബ്രദറിനെ തിരഞ്ഞ് മാൻഷന്റെ അടുത്തേക്ക് പോയതും ഗേറ്റിന്റെ മുന്നിലായിട്ട് ബ്രദറിന്റെ ഒരു ഷൂ ഉണ്ടായിരുന്നതും ദോജയെ ഓർക്കുന്നു. അവനൊന്ന് ബ്രദറിന്റെ പേര് വിളിച്ച് പുറത്തേക്ക് വരാൻ പറഞ്ഞ് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓർക്കുന്നതും ദോജയെ വീണ്ടും പൊട്ടിക്കരയുന്നു. അങ്ങനെ നാലാമത്തെ കുട്ടിയെയും ഐഡന്റിഫൈ ചെയ്യുന്നു. അത് ദോജയുടെ ബ്രദർ തന്നെയാണ്. ഇപ്പോ സാവൻ ദോജയുടെ അടുത്തേക്ക് വരുന്നു. എല്ലാവരോടും പ്രതികാരം ചെയ്ത ശേഷം ഈ ലോകത്തു നിന്നും ഇല്ലാതാവണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് സാവൻ പറയുന്നു. ഇപ്പോഴോ ആ തീരുമാനം മാറ്റിയോ എന്ന് ദോജയെ ചോദിക്കുന്നു. തീർച്ചയായും എന്റെ പ്രതികാരം എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള ജീവിതം ആരുടെ കൂടെയാണോ ഞാൻ ജീവിക്കണം എന്ന് വിചാരിച്ചത് അയാളുടെ കൂടെ ഞാൻ ജീവിക്കാൻ പോവാണ് എന്ന് സാവൻ പറയുന്നു. ദോജയുടെ കൈ നോക്കിക്കൊണ്ട് സാവൻ വീണ്ടും, നീ ഇനിയും സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യോ? നിന്റെ ബ്രദർ മരിച്ചുപോയി, എന്നാൽ നിനക്ക് ഇനിയും ജീവിതം ബാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അവൻ കാരണമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്നതിന് മുന്നേ ഇനിയും എത്ര പേരുടെ ജീവനായിരിക്കും നശിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു. ദോജെ, അതിനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ആദ്യം നമുക്ക് അവനെ കിട്ടണം, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചോളാം എന്ന് പറയുന്നു. ദോജെ വീണ്ടും, ഞാൻ വിചാരിച്ച പെക്സാവൻ അല്ല നീ എന്നറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് ഒരുപാട് ആശ്വാസമായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പറയുന്നു. ദോജെ ഇൻവെസ്റ്റിഗേഷന് സഹകരിക്കുമെന്നും ഇനി സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയൊന്നും ഇല്ലാന്നും തോന്നുന്നത് കാരണം സാവനും സമാധാനമാവുന്നു. ഇവിടെ ഈനയും ഹീജുവും ഈനയുടെ അച്ഛനെ, അതായത് ഹീജുവിന്റെ സ്റ്റെപ്പ് ഫാദറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. കുറ്റവാളിയായ കിഡ്നാപ്പറെ കിട്ടിയോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ഹീജു പറയുന്നത് കേട്ട് അച്ഛനത് ആരാണെന്നാണ് ചോദിക്കുന്നത്. സാധാരണ എല്ലാവരും ഹീജുവിനോട് നീ എപ്പോഴാ സംസാരിക്കാൻ തുടങ്ങിയ എന്നാണ് അത്ഭുതത്തോടെ ചോദിക്കാറുള്ളത്. എന്നാൽ അച്ഛന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു റിയാക്ഷൻ അല്ല വന്നത് എന്ന് കാണുന്ന ഈന, ഇവള് സംസാരിക്കുന്ന കേട്ടിട്ട് അച്ഛന് അത്ഭുതമൊന്നും തോന്നിയില്ലല്ലോ, എനിക്കിത് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അച്ഛനപ്പൊ ഇതിനെ കുറിച്ച് അറിയാമായിരുന്നല്ലേ? അല്ലെങ്കിൽ ഈ വീട്ടിൽ അച്ഛനറിയാത്ത ഒരു കാര്യം സംഭവിക്കാറില്ലല്ലോ എന്ന് പറയുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നേ? കുറ്റവാളി ആരാണെന്ന് പറ എന്ന് അച്ഛൻ പറയുന്നു. ആ കാര്യം പറയുന്നതിന് മുന്നേ അവർ അച്ഛനോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് സംഭവിച്ച ആക്സിഡന്റ് സാവുന്റെ മുത്തച്ഛന്റെ പണി ആയിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. സത്യത്തിൽ സാവുന്റെ മുത്തച്ഛൻ തന്നെയായിരുന്നു ആ ആക്സിഡന്റിന്റെ പിന്നില്. അന്നൊരാളുടെ നേരെ ഈനയുടെ അച്ഛൻ തോക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് സാവുന്റെ മുത്തച്ഛന്റെ നേരെയായിരുന്നു. അയാളെ കൊല്ലാനായിരുന്നു ഈനയുടെ അച്ഛന്റെ പ്ലാൻ. എന്നാൽ സാവുന്റെ മുത്തച്ഛൻ, എന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന് വേണ്ടി നീ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിനക്ക് ഓൾറെഡി നിന്റെ മകനെ നഷ്ടമായി, എന്നെ ഇപ്പൊ കൊന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ പണവും നഷ്ടമാവും, ഇതിൽ നിന്നും നിനക്ക് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നിന്റെ മകനും എന്റെ പേരക്കുട്ടിയും മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ സാവുന്റെ മുത്തച്ഛൻ പറയുമായിരുന്നു ചെയ്തേ. അതിന് പ്രായശ്ചിത്തം എന്ന നിലയിലായിരിക്കാം ഈനയുടെ ഹോം ഫാമിലി എന്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പെക് ഫാമിലി അത് നിറവേറ്റി കൊടുക്കണം എന്നൊരു കോൺട്രാക്ട് വെച്ചത്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവരുടെ അച്ഛൻ ഈ കാര്യങ്ങൾ പറയണോ പറയണ്ടയോ എന്ന് ആലോചിക്കുവാണ്. ഇവിടെ സാവുന്റെ മുത്തച്ഛന്റെ 1ാം ചരമവാർഷികത്തിന്റെ ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് ഈനയുടെ അച്ഛൻ വരുന്നു. ദേഷ്യത്തിൽ ഗൺ എടുത്തുകൊണ്ട് ഫ്യൂണറൽ ഹോമിലേക്ക് പോകുന്നു. പുറകെ തന്നെ ഈനയും ഹീജുവും ഉണ്ട്. അങ്ങോട്ടേക്ക് കയറുന്നതിന് മുന്നേ ഹീജു സാവുന് മെസ്സേജ് ചെയ്യുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ ഫ്യൂണറൽ ഹോമിലേക്ക് വരണം, എനിക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ് ഉണ്ട് എന്നാണ് അവള് മെസ്സേജ് ചെയ്യുന്നത്. സാവുൻ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നു. ഈനയുടെ അച്ഛൻ അങ്ങോട്ട് കയറുന്നതും സാവുന്റെ മുത്തച്ഛന്റെ ഫോട്ടോയിലേക്ക് ഷൂട്ട് ചെയ്യുവാണ്. സാവുന്റെ അച്ഛൻ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. നിന്റെ ഫാമിലിയുടെ വീക്ക്നെസ് എന്നിലേക്കോ നിന്നിലേക്കോ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിനെ അറുത്ത് മുറിച്ചു കളയും എന്ന് ഞാൻ നിന്നെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് സാവുന്റെ അച്ഛന്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട്, അവൻ എവിടെയാ ഉള്ളേ, അവനെ എനിക്ക് തരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് ദേഷ്യത്തോടെ ഈനയുടെ അച്ഛൻ ചോദിക്കുന്നു. ഈ സമയത്ത് അവിടെ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ. എല്ലാവരും പരിഭ്രാന്തിയിലാണ്, സാവുന്റെ അമ്മ ഒഴികെ. കാരണം എന്താന്ന് വെച്ചാൽ ഒറിജിനൽ പെക്സാവനെ, അതായത് തന്റെ മകനെ അമ്മ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മകന്റെ പണിയാണെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. ഇപ്പൊ കിഡ്നാപ്പറിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സാവുനെ കോൾ ചെയ്യുവാണ്. അത് അവൻ വന്ന ഫ്യൂണറൽ ഹോം തന്നെയാണെന്ന് അറിഞ്ഞ് സാവുൻ ഞെട്ടുന്നു. അവിടുന്ന് പുക വരുന്നതും ഒരുപാട് ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കണ്ടുകൊണ്ട് പേടിയോടെ സാവുൻ അങ്ങോട്ടേക്ക് ഓടുന്നു. ഹീജുവിനെ കാണാനില്ല, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നേ എന്ന് ഈന പറയുന്നു. അവളെ ഞാൻ നോക്കിക്കോളാൻ നീ പൊക്കോന്നാണ് സാവുൻ ഈനയോട് പറയുന്നത്. അവിടെ മുഴുവൻ അവൻ ഹീജുവിന് വേണ്ടി തിരയുകയും ചെയ്യുന്നുണ്ട്. എന്നാ അവളെ കാണുന്നില്ല. ഈ സമയത്ത് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് സാവുന് കോള് വരുവാണ്. കിഡ്നാപ്പർ ആണത്, നിന്റെ വൈഫിനെ ഞാൻ കൊല്ലും എന്നാണ് കിഡ്നാപ്പർ പറയുന്നത്. 1ാമത്തെ എപ്പിസോഡിൽ എങ്ങനെയായിരുന്നു ഹീജുവിനെ ഞാൻ കൊല്ലുമെന്ന് കിഡ്നാപ്പർ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിഡ്നാപ്പർ ചെയ്യുന്നത്. അവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്. സ്പീക്കർ ഫോണിൽ ഇട്ടുകൊണ്ടാണ് സാവുനോട് സംസാരിക്കുന്നത്. നീ നിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ അറിയാം എന്ന് കിഡ്നാപ്പർ പറയുന്നു. സാവോൻ, നിനക്ക് വേണ്ടത് എന്നെയല്ലേ, അവളെ എന്തിനാ നീ ഇതിലേക്ക് വലിച്ചിഴക്കുന്നേ? അവളെ നീ വെറുതെ വിടത്, ഞാനുമായിട്ട് സെറ്റിൽ ചെയ്യേ എന്ന് പറയുന്നു. കിഡ്നാപ്പർ, നീ തിരക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ ടൈം ആവുന്നത് വരെ നീ വെയിറ്റ് ചെയ്യേ, നീ ഇനിയും നശിക്കാനുണ്ട്. എന്നെ കൊല്ലാൻ നോക്കിയിരുന്ന അങ്ങേർക്ക് വേണ്ടിയിരുന്നത് നിന്നെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുത്തനെയായിരുന്നു. അതുപോലൊരു പേരക്കുട്ടിയായിരുന്നു ആ കിളവന് വേണ്ടിയിരുന്നത്. ഒരിക്കലും അത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് വരുന്ന കഷ്ടകാലം കണ്ട് അയാൾ തന്നെ അയാളുടെ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞ് ഹീജുവിന്റെ കഴുത്തിൽ ഒന്നുകൂടെ കത്തി അമർത്തി പിടിച്ച്, ഇതതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, ശരിക്കുള്ള വേദന എന്താന്ന് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല, നീ നന്നായി സഫർ ചെയ്യണം. കാരണം എന്താണെന്നറിയോ നിനക്ക്? എന്നെ അയാൾ കൊല്ലാൻ
കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് രക്ഷിക്കാൻ പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ നീ ഞാൻ വേദനയോടെ മരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനും നീ വേദനയോടെ മരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ പോവാണ് എന്ന് പറയുന്നു. അവന്റെ കാരണം കേൾക്കുന്ന സാവോന് ഒന്നോട് ദേഷ്യം കൂടുവാണ്. ഹീജുവിന്റെ ലൊക്കേഷൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സാവോൻ ഓടി കാറിലേക്ക് കയറുന്നു. നീ ഒന്നും പേടിക്കേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്നാണ് സാവോൻ അവളോട് പറയുന്നത്. എന്നാ ഹീജു നീ വരണ്ടെന്ന് പറയുന്നത് കേട്ട് സാവോൻ ഷോക്ക് ആവുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്, നീ ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് കരഞ്ഞുകൊണ്ട് ഹീജു പറയുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ കാറിന്റെ സ്പീഡ് കൂട്ടുന്നു. ആദ്യത്തെ പ്രാവശ്യം അവളെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു ആ കിഡ്നാപ്പറിനെ അവളെ പ്രാന്താക്കിയിട്ടുണ്ടായിരുന്നെ അതുപോലെ തന്നെ ഇത്തവണയും ചെയ്യുന്നു. ഞാൻ ഡേഞ്ചറിലല്ല, ഞാനാണ് ഡേഞ്ചർ എന്ന് പറയുന്നത് പോലെയാണ് ഹീജു ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കിഡ്നാപ്പർ അന്നത്തെ പോലെ തന്നെ ഹീജുവിനെ ഇപ്പോഴും ചീത്ത പറയുന്നുണ്ട്. ഹീജു നിനക്ക് ഓർമ്മയുണ്ടോ, തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനവും കാണണമെന്നായിരുന്നു ഒരു തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനല്ലേ ഇത് തുടങ്ങി വെച്ചേ, ഇത് ഞാൻ തന്നെ അവസാനിപ്പിക്കാൻ പോവാണ്. നീ ഒരിക്കലും അവനെ സഫർ ചെയ്യിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തിയല്ലേ പറ്റൂ എന്ന് കിഡ്നാപ്പറോട് പറയുന്നതും ആ കാറ് കൊണ്ടുപോയി ഇടിപ്പിക്കുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. ആ സൗണ്ട് കേൾക്കുന്ന സാവുന് അവരുടെ പേര് വിളിച്ച് കരയാൻ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഫുള്ള് നിശബ്ദത മാത്രമാണ്. ഇപ്പൊ ക്രൈം സീനിലേക്ക് പോലീസും മറ്റ് രക്ഷാസേനകളും എത്തിയിട്ടുണ്ട്. പുഴയിലേക്കാണ് കാറ് വീണിട്ടുണ്ടായിരുന്നത്. വെള്ളത്തിൽ നിന്നും 20 അടി താഴ്ചയിൽ നിന്നാണ് ആ കാറ് തിരിച്ചു കിട്ടിയത്. എന്നാൽ കിഡ്നാപ്പറെയോ ഹീജുവിനെയോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മാസ്ക് ഇല്ലാതെ കിഡ്നാപ്പറിന്റെ ഒരു സ്കെച്ചും ന്യൂസിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാവൻ ബ്രീഫിംഗിന് വേണ്ടി വന്നിരിക്കുവാണ്. ഇത്തവണ ഹീജുവിന്റെ മിസ്സിംഗ് കേസ് ആണ് അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. സ്പോക്സ് പേഴ്സന്റെ വൈഫിന്റെ മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ സാവൻ സ്റ്റേജിലേക്ക് എത്തുന്നതും ചറപറ ഫോട്ടോസ് എടുക്കുവാണ്. ഇവരുടെ ഫോട്ടോ എടുപ്പ് കണ്ട് ഇതൊരു സ്കാൻഡൽ ഒന്നുമല്ല, ഇതൊരു ഇൻസിഡന്റ് ആണ്, ക്രിമിനൽ കേസാണ് എന്ന് പറഞ്ഞ് യൊഗ്ജിൻ അവരോട് ദേഷ്യപ്പെടുന്നു. അത് കാരണം ആ കച്ചറ പരിപാടി അവരവിടെ നിർത്തുന്നു. ഇപ്പൊ സാവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരുപാട് കാലമായിട്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയ പെക് യോങ്ങിന്റെ മകനല്ല ഞാൻ, ചെയർമാൻ പെക്കിന്റെ കൊച്ചുമകനും അല്ല ഞാൻ. ഈ പെക് സാവൻ എന്ന് പറയുന്ന പേര് പോലും എന്റേതല്ല. എന്നെ കുറിച്ച് സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യം എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വൈഫ് ഉണ്ട് എന്നുള്ളതാണ്. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആളാണ് 2 ദിവസം മുന്നേ എന്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ എന്റെ വൈഫിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സ്പോക്സ് പേഴ്സൺ എന്നതിലുപരി ഒരു ഹസ്ബൻഡ് എന്ന നിലയിലാണ്. അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഹീജുവിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുന്നു. എന്റെ വൈഫിന്റെ പേര് ഹോങ് ഹീജു എന്നാണ് എന്ന് തുടങ്ങി ഹീജുവിന്റെ ബാക്കി ഡീറ്റെയിൽസ് സാവൻ പറയുന്നത് കേട്ട് മിസ്റ്റർ കാങ്ങും കൊളീഗ്സും യൂരിയും എല്ലാം വാ തുറന്നു വെച്ചാണ് കണ്ടോണ്ടിരിക്കുന്നത്. അവരാരും തന്നെ അതുപോലൊരു ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹീജു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നോർമൽ കപ്പിൾസിനെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവൾക്ക് ആഗ്രഹമുണ്ടെന്ന്. അത് ഓർത്തുകൊണ്ട് സാവോൻ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല, അവളെ ഇപ്പോഴും ഞാൻ ഹാപ്പി ആക്കിയിട്ടില്ല എന്ന് സാവോൻ ഒരുപാട് സങ്കടത്തോടെ പറയുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഓർത്തുകൊണ്ട് സാവോൻ ഇനിയൊരു ചാൻസ് കിട്ടില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുത്തേനെ എന്ന് കരഞ്ഞുകൊണ്ടാണ് സാവോൻ പറഞ്ഞു തീർക്കുന്നത്. അവൻ വീണ്ടും എല്ലാവരോടും ഹീജുവിനെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് അവന്റെ സംസാരം നിർത്തുവാണ്. ഹീജുവിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് സാവോൻ വീണ്ടും കരയുന്നു. എനിക്ക് തോന്നുന്ന സാവോൻ കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഞാൻ കരഞ്ഞിട്ടുണ്ടാവുന്ന അത്രയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ ഒരു സീനും. 1ാമത്തെ എപ്പിസോഡിൽ നിന്ന് 10ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയപ്പോൾ ഉള്ള സാവോന്റെ ഒരു മാറ്റവും കണ്ടിട്ട്. ബൈ ദ വേ ഇനി കാണിക്കുന്നത് അന്ന് സാവോൻ ഹീജുവിനെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ്. സാവോൻ അവളോട് ഞാൻ എന്തിനാ ജനിച്ചതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. ഇതുപോലെ മറ്റൊരാളുടെ ജീവിതം എന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ജീവിക്കാൻ ഞാൻ എന്തിനാ ജനിച്ചതെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. ഞാൻ എന്തിനാ ജനിച്ചതെന്നും എന്തിനായിരുന്നു പെക്സാവനായിട്ട് ജീവിക്കേണ്ടി വന്നത് എന്നതിനുള്ള ഉത്തരം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അത് നിന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് സാവോൻ പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവരെ ഹഗ് ചെയ്യുമായിരുന്നു ചെയ്തത്. എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് അവരും ഇരുന്ന് കരയുന്നു. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെയാണ് 10ാമത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.